നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പപ്പിയുടെ വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ അച്ഛൻ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ അമ്മേ? അവിടെ നിന്റെ അച്ഛനുണ്ടല്ലോ മോളെ. അല്ല, ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? അത് ഇംഗ്ലീഷ്. അത് വായിക്കാൻ നിനക്ക് അറിയത്തില്ലേ ഭാമേ? രാഘവേട്ട, പരിഹാസം വേണ്ട. ഓ ദേ, പപ്പിമോളുടെ പേരിനൊപ്പം സത്യയുടെ പേരും കൂടെ എഴുതിയത് എന്തിനാന്നാ ചോദിച്ചത്. ദേ, ഇന്ന് സത്യയുടെയും ബർത്ത്ഡേ ആണല്ലോ ഭാമേ. ഡാ രോഹിത്തെ, സത്യയുടെ പേര് അവിടെ നിന്ന് എടുത്ത് മാറ്റ്. സത്യമേ, അവിടെ മാത്രമല്ല, പുറത്ത് വെച്ചിരിക്കുന്ന ഫ്ലെക്സിലും ഡെക്കറേഷൻസിലും രണ്ടുപേരുടെയും പേരും ഫോട്ടോയൊക്കെ ഒന്നിച്ചാ വെച്ചിരിക്കുന്നേ. ഡാ, എവിടെയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം എടുത്ത് മാറ്റാനാ ഞാൻ ഈ പറയുന്നത്. ഇവിടുന്ന് എന്താ ഫ്ലെക്സിന്റെ പകുതിയൊക്കെ കീറി കളയാൻ പറ്റൂ? കീറി കളയണമെങ്കിൽ കീറി കളയണം. ഓ, ആ ജന്തുവിന്റെ പേരിനൊപ്പം എന്റെ പപ്പിമോളുടെ പേര് ഇരിക്കുന്നതിനേക്കാൾ വൃത്തികേടായിട്ട് ഒന്നുമില്ല. ഭാമേ, കഷ്ടം. സത്യമേ, ഈ ദിവസം ആരോടും പിണക്കൊന്നും വേണ്ടെന്നാ നമ്മള്. സത്യമേ, സത്യാണോ ജന്തുന്ന് വിളിച്ചത്? അതെ, നിന്റെ സത്യാമ്മയ്ക്ക് വിവരമില്ലാത്തോണ്ടാ മോളെ. പ്രായമായി കരുതിയേ വിവരം ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. രാഘവേട്ട, ഓ എടാ രോഹിത, പ്ലീസ്, ഒരു സത്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇതിലും ഭേദമാ. ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു വെടിനിർത്തലും സമാധാനവും ഒക്കെ ഉണ്ട്. ഇന്ന് ഒരു ദിവസമെങ്കിലും നമുക്കിവിടെ വെടിനിർത്താം, ദയവ് ചെയ്ത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഫ്ലെക്സ് ചെയ്യുന്നോ ഡെക്കറേഷൻ ചെയ്യുന്നോ ആ കുഞ്ഞിന്റെ പേര് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. രാഘവേട്ട, ഞാൻ കൂടുതൽ അച്ഛാ, അതിഥികളൊക്കെ എത്തി തുടങ്ങി. ഇനിയെങ്കിലും ആ തോക്കൊന്ന് താഴെയിട്. അവർക്കും കൂടി വെടി കൊള്ളണ്ട. ഞാൻ വിടുന്നില്ല, പോരെ? ഞാൻ നിർത്തി, വാ കൂട്ടി, പോരെ? അപ്പോ ബർത്ത്ഡേക്ക് അവര് വരും. വരണം രജനി, വാ 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 വാ. ശോഭ വാ, വന്നാട്ടെ. ദാ, ഇതാ ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അമ്മേ. അലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? അല്ല സത്യമേ, ആരാ ഈ സത്യ? അത് പപ്പിമോളുടെ കൂട്ടുകാരിയാ. അവളുടെയും ബർത്ത്ഡേ ഇന്ന് തന്നെയാ. ആണോ? ഇവര് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഇവിടെ വെച്ച് ഒന്നിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അത് കൊള്ളാലോ. കണ്ടില്ലേടി, സത്യാമ്മയ്ക്ക് ഈ ഹൃദയവിശാലത ഉണ്ടാവും. ഇവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേക്കൊപ്പം അവളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേയും കൂടി ആഘോഷിക്കുന്നു. അതും ഒരേ പരിഗണനയില്. ഇതൊക്കെ കണ്ട് പഠിക്കണം മറ്റുള്ളവര്. ആഭിജാത്യം തറവാടിത്തം എന്നൊക്കെ പറഞ്ഞാലേ എന്താ ഇതാ. ഇതൊക്കെ കൊണ്ടാ സത്യാമ്മ എപ്പോഴും ആർക്കും തോൽപ്പിക്കാനാവാതെ നാടിന്റെ നായികയായിട്ട് നിൽക്കുന്നത്. സിംഹം എപ്പോഴും സിംഹം തന്നെയാ. സത്യം പറഞ്ഞ പപ്പിമോളുടെ ബർത്ത്ഡേ ഈ വർഷം വലിയ ആഘോഷമാക്കണ്ടെന്ന് കരുതിയിരുന്നതാണ്. എല്ലാ വർഷവും ആഘോഷിക്കുന്നതല്ലേ. ഇത്തവണ ഏതെങ്കിലും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാനായിരുന്നു പ്ലാൻ. അപ്പോഴാ സത്യയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് സത്യം അറിഞ്ഞത്. എന്നാ പിന്നെ രണ്ടാളുടെയും ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാന്നങ്ങ് തീരുമാനിച്ചു.
കുട്ടിക്കും അതൊരു സന്തോഷമാവട്ടെ എന്ന്. ആ അതാ സത്യാമ്മയുടെ മനസ്സ്. പൊന്നി, എന്താ സത്യമ്മേ? ഇവൻ രോഹിതന്നെ കളിയാക്കോണോടി? എവിടുന്ന്? സത്യാമ്മ സത്യയുടെ പേരൊഴിവാക്കാൻ പറഞ്ഞതൊന്നും ഇവിടെ വേറെർക്കും അറിയില്ലല്ലോ. പിന്നെ സത്യാമ്മയ്ക്ക് ചുളിവിൽ കുറച്ച് മൈലേജ് കിട്ടിക്കൂട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്കും തോന്നി അതങ്ങനെ തന്നെയല്ലേ. അതേന്ന് ആ പിന്നെ നിങ്ങൾക്ക് വേറൊരു രഹസ്യം അറിയോ? ഫ്ലെക്സിലും ഡെക്കറേഷൻസിലും ഒക്കെ മാത്രമല്ല, ബർത്ത്ഡേ കേക്കിലും രണ്ടുപേരുടെയും പേര് ഒന്നിച്ചാ വെച്ചിരിക്കുന്നത്. ഇതും മൈലേജ് തന്നെയാ സത്യാമ്മേ. മോളെ സത്യനെ വിളിച്ചു നോക്ക്. അവള് വന്നിട്ടില്ല നമുക്ക് ആഘോഷം തുടങ്ങാൻ പറ്റൂ. അച്ഛ ആ ഫോണിങ്ങതാ. ആഹാ. ദാ. സത്യ, ആ പപ്പി, നിങ്ങൾ എത്താറായോ? അമ്മ നമ്മൾ എത്താറായോ? ഒരു 10 മിനിറ്റ് മോളെ. ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും പപ്പി. അതെ, സത്യ ആന്റിയും 10 മിനിറ്റിനുള്ളിൽ എത്തൂന്ന്. സത്യ, ആശാനെ, ആശാനെ, ആശാൻ ഓർഡർ ചെയ്ത ബർത്ത്ഡേ കേക്ക് റെഡി. പപ്പിയുടെ വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ അച്ഛൻ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ അമ്മേ? അവിടെ നിന്റെ അച്ഛനുണ്ടല്ലോ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.